വഞ്ചിഭൂമി പതേ ചിരം സഞ്ചിതാഭം ജയിക്കേണം. വഞ്ചിഭൂമി പതേ ചിരം. ശ്രീപത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്താൽ ചൈതന്യമായ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ചരിത്രവും അതിൻ്റെ പൈതൃകവും സംരക്ഷിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് തിരുവിതാംകൂർ മലയാളി കൗൺസിലിനുള്ളത്. ആ തിരുവിതാംകൂർ മലയാളി കൗൺസിൽ നടത്തുന്ന ചരിത്രാന്വേഷണ യാത്രയുടെ ഭാഗമായി ഇന്ന് ഈ രാജവംശത്തിൻ്റെ പ്രതിനിധിയായി, ഇന്ന് ഈ രാജവംശത്തെ നയിക്കുന്ന ആദരണീയനായ ജനമനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഉത്തരാടതിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജ് തിരുമനസ്സുമായിട്ടുള്ള ഒരു ചെറിയ അഭിമുഖമാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൗഢമായ സ്മരണകൾ ചരിത്രാന്വേഷണ വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുകയാണ് ഇവിടെ. തിരുവിതാംകൂറിൻ്റെ രാജവംശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ വാസ്തവത്തിലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധം ഇതിനുണ്ട്. ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്നു തന്നെ, അതിൻ്റെ ഭരണ ശ്രീരാജേന്ദ്രം തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമായിരുന്നല്ലോ. അപ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രവും രാജവംശവുമായിട്ടുള്ള ആ ബന്ധത്തെക്കുറിച്ച് തൃപ്പടിദാനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു സ്മരണകൾ ഞങ്ങളുടെ ചരിത്രാന്വേഷണ വിദ്യാർത്ഥികളുമായി ഒന്ന് പങ്കുവയ്ക്കാം. വളരെ എളുപ്പമാണ്, എന്നാൽ കുറച്ചത് ഗവേഷണം ചെയ്യേണ്ടതുകൊണ്ട്. ആളുകൾക്ക് പഴയ കാലത്തെപ്പറ്റി ഇപ്പോൾ ശ്രദ്ധ കുറവാണ്. പക്ഷേ ഇന്നലെ ഇല്ലെങ്കിൽ ഇന്നില്ല, ഇന്നില്ലെങ്കിൽ നാളെ ഇല്ല. അത് വളരെ മോശമാണ്. അത് കുടുംബത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 3 ഭാഗമായിട്ടാണ് ഉള്ളത്. ഒന്ന് പുരാണകാലത്ത്, പിന്നെ ചരിത്രകാലത്ത്, പിന്നെ ഇപ്പോഴത്തെ കാലത്ത്. അതിൻ്റെ ഒരു വംശാവലി തന്നെ കൊട്ടാരം മ്യൂസിയത്തിൽ തയ്യാറായിട്ടിരിക്കുകയാണ്. ചുരുട്ടി മാപ്പായിട്ട് തൂക്കിയിരിക്കുകയാണ് അവിടെ. ആദ്യത്തെ മഹാരാജാവിൻ്റെ പേര് പറയുന്നത് അയ്യൻ അടികൾ തിരുവടി, 870 AD. പിന്നെ അന്ന് പറഞ്ഞതുപോലെ നാഗമീയരുടെ പുസ്തകമുണ്ട്, ശങ്കുണി മേനോൻ്റെ പുസ്തകമുണ്ട്, TK ബേലയുടെ പുസ്തകമുണ്ട്. പിന്നെ മിഷണറീസ് 3-4 പേര് എഴുതിയിട്ടുണ്ട്, ലാൻഡ് ഓഫ് ചാരിറ്റി അങ്ങനെയുള്ളത്. ഒടുക്കത്തേതാണ് ഒരു ഒത്തൻറ്റിക്കായിട്ട് വന്നിരിക്കുന്നത്, ഈ ഡോക്ടർ ആർ വാസുദേവ് പൊതുവാളിൻ്റെ. അപ്പോൾ ഇത് താമസിച്ചായതുകൊണ്ട് അന്ന് ഇത് കളഞ്ഞു പോകും, ശ്രദ്ധിക്കില്ല എന്നൊരു തോട്ട് വരാത്തതുകൊണ്ട് നാളെ മതി എന്ന് പറഞ്ഞാൽ അത് പൊട്ട് ഓഫ് ചെയ്തു. അപ്പോൾ അദ്ദേഹം വിട്ടുപോയി. അപ്പോൾ ഇനി എന്താ വേണ്ടേ? അദ്ദേഹത്തിൻ്റെ ഒരു ചേഞ്ചസ് ആ പുസ്തകത്തിൽ വരുത്തുകയാണെങ്കിൽ അദ്ദേഹം ഒന്നും പറയാൻ ഒക്കില്ലല്ലോ. അതുകൊണ്ടാണ് ആ മന്ദിച്ച് വരുന്നത്. 1971 ഇന്ത്യയിലെ രാജാക്കന്മാരെ പറ്റി ഒരു പബ്ലിസിറ്റി വന്നു, ഒരു വലിയൊരു ചേഞ്ച് വന്നു. അപ്പോൾ ഒരു ജേർണലിസ്റ്റ് ഹൈദരാബാദിൽ നിന്ന് പറഞ്ഞു, ഭാരതത്തിൽ ഏറ്റവും പ്രാചീനമായതും ഒരു ബന്ധം ഒരിക്കലും മുറിക്കാണ്ട് പോയതും ആയിട്ടുള്ള ഒരു രാജവംശമാണ് തിരുവിതാംകൂറിലെ രാജവംശം. പിന്നെ വേറെ ഒരു ഇതുള്ളത്, അതിലും പല രീതിയിൽ മാറ്റാൻ നോക്കിയെങ്കിലും സത്യം മറയ്ക്കാൻ നോക്കില്ലല്ലോ. 1950 രാജ്യം മുഴുവൻ ഭഗവാൻ സമർപ്പിച്ചിട്ട് 7ാമത്തെ ഭൃത്യനായിട്ടാണ് രാജാക്കന്മാരിവിടെ കാര്യം നടത്തിക്കൊണ്ടിരുന്നത്. 7ാമത്തെ അതെ, അത് 3012 BC കുടുംബത്തിൽ ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് കുലശേഖര പെരുമാൾ ആൾവാർ. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് 45 ശ്ലോകം എഴുതിയിട്ടുള്ളൂ. മുകുന്ദ മാല എന്ന് പറയും. അതിൽ പറയും, എന്നെ ഭഗവാൻ എങ്ങനെ കാണണം, ത്വൽഭൃത്യ പരിചാരക ഭൃത്യസ്യ ഇതിമാം സ്മര ലോകനാഥ. അല്ലയോ ലോകപ്രഭോ, എന്നെ അങ്ങയുടെ സേവക്കാരൻ്റെ പരിചാരകൻ്റെ സേവക്കാരനായിട്ട് നോക്കിയാൽ മതി എന്നാണ്. എന്ന് വെച്ചാൽ അതിനൊരു എക്സാമ്പിളുള്ളത്
ഭാരതത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു വലിയ ചക്രവർത്തി പദവം അലങ്കരിച്ചത് അശോക ചക്രവർത്തിയാണ്. അദ്ദേഹം ഒടുക്കലത്തെ യുദ്ധം നടത്തിയത് കലിംഗ രാജ്യവുമായിട്ടാണ് നടത്തിയത്. ആ യുദ്ധം കഴിഞ്ഞിട്ട് രഥത്തിൽ ഒന്ന് സഞ്ചരിച്ചു രണഭൂമിയിൽ കൂടെ. അപ്പോൾ ഒരുപാട് പേര് മരിച്ചു കിടക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം തോന്നി, ഇവരൊക്കെ ഇനിയൊരു സാഹസം വന്നത് എൻ്റെ ഒരു പ്രൗഢിക്കും സ്ഥാനത്തിനുമാണല്ലോ എന്ന് വെച്ച് ഇനി നമുക്ക് രാജ്യവും വേണ്ട, രാജ്യഭാരം വേണ്ട, പട്ടാളം വേണ്ട എന്ന് പറഞ്ഞ് മതവും മാറി അദ്ദേഹം ഒരു ബൗദ്ധനായി. എന്നിട്ട് അതിനെപ്പറ്റി അത്രയ്ക്കൊരു സ്നേഹം വന്നപ്പോൾ ഇന്ത്യയിൽ അന്ന് ഏകദേശം മിക്കവാറും എല്ലാം ബൗദ്ധമതത്തിലേക്ക് ആൾ മാറി തുടങ്ങി. അപ്പോൾ സ്വന്തം സഹോദരിയെ സിലോണിലെ പരാക്രമബാഹു എന്ന് പറയുന്ന രാജാവിന് വിവാഹം ചെയ്തയച്ചു. അപ്പോൾ അദ്ദേഹവും സിലോണും ബൗദ്ധമതം സ്വീകരിച്ചു. അങ്ങനെ ഇപ്പോഴാണ് ഈ ലോകത്തിനൊരു ഒരു കുലുക്കം വരാനായിട്ടാണ് കേരളത്തിൽ നിന്നാണ് ഒരാൾ വന്നത്. ഒരു കാര്യം വേണോ വേണ്ടിയോ എന്ന് അറിഞ്ഞിട്ട് കളയണം, ചുമ്മാ കളയാൻ പാടില്ല. അതിനാണ് ശങ്കരാചാര്യരുടെ ജനനമുണ്ടായത്. അദ്ദേഹമാണ് ഒരു അത്ഭുതമായിട്ടൊരു കാര്യം ചെയ്തത്. UP പോയി ലക്നൗ വെച്ച് അദ്വൈതത്തിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ ഇത് തെറ്റാണെന്നും അവിടുത്തെ ആളിൽ വാദിച്ചു. അപ്പോൾ ഒരു സംവാദം, ഒരു ചർച്ച നടത്തി നിശ്ചയിക്കാം. അപ്പോൾ രണ്ടുപേരും ഒരു മാല ധരിച്ചിട്ടാണ് ചർച്ച തുടങ്ങിയത്. അപ്പോൾ ഒരു സൂചന, ആരുടെ മാലയാണോ ആദ്യം വാടിപ്പോകുന്നത് അത് തോൽവി സമ്മതിക്കണം. അപ്പോൾ ഇതിനൊരു ആരെങ്കിലും ഇത് നോക്കണമല്ലോ, ശരിയാണോ തെറ്റാണോ നോക്കാനായിട്ട് ആചാര്യസ്വാമി പറഞ്ഞു, അപ്പോണൻറ്റിൻ്റെ പേര് മണ്ഡന മിശ്ര എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ അമ്പയറായിട്ടിരുന്നാൽ മതി, ആരും വേണ്ട, അത് തന്നെ വളരെ പാർഷ്യലായിരിക്കുമല്ലോ. എന്നിട്ട് ചർച്ച ചെയ്തിട്ട് അദ്ദേഹം നമ്മളുടെ ഈ തത്വം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹമാണ് പ്രഥമ ശിഷ്യനായിട്ട് ശൃംഗേരി മഠത്തിൻ്റെ സ്ഥാപകൻ. പിന്നെ അദ്ദേഹത്തിന് വന്നത് പത്മപാദൻ എന്നൊരു ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്തി വിശ്വസിക്കാൻ വയ്യ. അദ്ദേഹം നദിയിലെ അപ്പുറത്ത് നിൽക്കുന്നു, ആചാര്യസ്വാമി ഇപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ആഹ്വാനം ചെയ്ത് വരാനായിട്ട് ഒരു സംശയമില്ലാണ്ട് ഇദ്ദേഹം വെള്ളത്തിന് മുകളിൽ നടന്നു വന്നു. ഓരോ കാലെടുത്ത് വയ്ക്കുമ്പോൾ അതിനടിയിൽ താമര വരും. അങ്ങനെയാണ് പത്മപാദൻ എന്ന പേര് വന്നത്. മൂന്നാമത് മംഗലാപുരത്ത് പോയപ്പോൾ 8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടിയുടെ പേര് ഹസ്തമലകൻ എന്നായിരുന്നു. മലകൻ, കൈ ഇങ്ങനെ. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, ഈ കുട്ടിക്ക് വലിയൊരു സങ്കടമുള്ള കാര്യമാണ്, അയാൾക്ക് മുണ്ടാനും വയ്യാതെ പൊട്ടനുമാണ്, അപ്പോൾ എന്താ വേണ്ട, എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ സ്വാമി ഈ ചെറു ബാലകൻ്റെ ചോദിച്ചു, എന്താ കാരണം? ഉടൻ സംസ്കൃതത്തിൽ ഉത്തരം പറഞ്ഞു. ഇതൊന്നും കേൾക്കാനുമില്ലായിരുന്നു, പറയാനുമില്ലായിരുന്നു, നമ്മളാണ് ചെയ്യാത്തത്. സംസ്കൃതത്തിൽ സ്വാമിയെ പറ്റിയൊരു 4 ശ്ലോകങ്ങൾ ചൊല്ലിക്കൊടുത്തു സംസ്കൃതത്തിൽ. അദ്ദേഹം 3ാമത്തെ ശിഷ്യനാണ്. 4ാമത്തെ ശിഷ്യനാണ് തോട്ടക്കാപ്പുരി എന്ന് പറയും. അദ്ദേഹം വായിച്ച് പഠിച്ച് സാധാരണ നമ്മളെ പൊക്കെയായിരുന്നു. ആചാര്യസ്വാമിയെ കണ്ടപ്പോൾ ആ ഭക്തിയിലെ ആ പ്രവാഹം വന്നിട്ട് ഉടനെ ശിഷ്യനായിട്ട് വളരെ പണ്ഡിതനായിട്ട്